ഇത് 2023 മോഡലാണ്. 10,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. കേരള രജിസ്ട്രേഷനാണ്. സിംഗിൾ ഡിജിറ്റ് ഫാൻസി നമ്പർ 1 ആണ്. TLXന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പാണ്. SUV റേഞ്ചിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബെൻസിൽ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് GLS 400. ഇത് ഡീസൽ ആണ്. കേരള രജിസ്ട്രേഷൻ ആണ്. 65 lakh rupeesന് പുതിയ ഷേപ്പ് X7 ആരെങ്കിലും കൊടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ചലഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ചലഞ്ച് പ്രൈസിൽ കറന്റ് ഷേപ്പ് റണ്ണിംഗ് ഷേപ്പ് 2024 4 മാസം മാത്രമേ പഴക്കമുള്ളൂ. വെറും 4 മാസം പഴക്കമുള്ള അടിപൊളി വാഹനം. അത് വെറും 5000 കിലോമീറ്റർ മാത്രം. 2019 മോഡലാണ്. 19ലാണ് X7ന്റെ പുതിയ ഷേപ്പ് വന്നിട്ടുള്ളത്. ഇത് 6 സീറ്റർ കോൺഫിഗറേഷൻ ഉള്ള വണ്ടിയാണ്. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ഒരു അപ്പർ പ്രീമിയം എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നുള്ളത് ലിങ്ക് 4ന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്കാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേരളത്തിൽ തന്നെ മഷീറ്റ് തെരഞ്ഞാൽ പോലും കിട്ടാത്ത 4 കിടിലം വാഹനങ്ങളാണ്. എല്ലാതും മോഡൽസ് കൂടിയ വെറും 4 വണ്ടികൾ മാത്രമേ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നുള്ളൂ. ഓരോ വണ്ടിക്കും ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ BMW ബ്രാൻഡ് ന്യൂ പുതിയ മോഡലായിട്ടുള്ള 2024 മോഡൽ X7 വരെ നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. ബെൻസിന്റെ സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ബെൻസിന്റെ പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന വണ്ടിയുണ്ട്. അതുപോലെ തന്നെ 3 CR വില വരുന്ന ടൊയോട്ട ലാൻഡ് ക്രൂയിസർ ന്യൂ മോഡൽ, അതും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഒക്കെ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ വരുന്ന കറക്റ്റ് സർവീസ് ഹിസ്റ്ററിയുള്ള മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ നേരെ ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. നമുക്ക് ഈ രാജാക്കന്മാർ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള റെജിൻ അബ്ദുൽ റഷീദ്. മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർക്ക് സെക്കൻഡ് എപ്പിസോഡിൽ നമ്മളെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇത് ട്രിവാൻഡ്രത്താണ്, ബൈപ്പാസിൽ തന്നെയാണ്, മെയിൻ റോഡിലാണ് ഷോറൂം വരുന്നത്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, നമുക്ക് പോയി വരാനുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള ഷോറൂമാണ്. പിന്നെ നമ്മുടെ ഷോറൂമിന്റെ പേര് ലിങ്ക് ഫോർ യു ഗ്ലോബൽ. ലിങ്ക് ഫോർ യു ഗ്ലോബൽ എന്നാണ് നമ്മുടെ ഷോറൂമിന്റെ പേര്. അത് മാത്രമല്ല, നമ്മൾ മുന്നേ ഒരു സ്പോർട്സ് കാർ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ആരും അത് മിസ് ചെയ്യാതെ കണ്ടോളി. അടിപൊളി വാഹനങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മോഡൽ കൂടിയ കേരളത്തില് റയറിൽ പീസ് ഇല്ലാന്ന് തന്നെ പറയല്ലേ ലാൻഡ് ക്രൂയിസർ ഡീലർ ഷോറൂമുകളിലൊന്നും അവൈലബിൾ അല്ല. പുതിയ വണ്ടി കേരളത്തിൽ ആകെ ഒറ്റ പീസ്. 2023 അതെ വണ്ടി ഉണ്ടാവും. ഫേസ് ലിഫ്റ്റ് ചെയ്ത പഴയ ഷേപ്പിനെയൊക്കെ ഫേസ് ലിഫ്റ്റ് ആക്കിയ വണ്ടികളുണ്ട്. ഇത് പുതിയ ഷേപ്പ് ഒറിജിനൽ 2023 ആണ്. 10,000 കിലോമീറ്ററോടെ കേരള രജിസ്ട്രേഷൻ ആണ്. കേരള രജിസ്ട്രേഷൻ LC വരെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. മാത്രമല്ല 24 മോഡൽ X7 വരെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കും. അപ്പോൾ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കണ്ടോളി. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോവാം. ആദ്യമായിട്ട് മരുഭൂമിയിലെ രാജാവ് എന്ന് പറയാം, റോട്ടിലെ രാജാവ് എന്ന് പറയാം, നാട്ടിലെ രാജാവ് എന്നും പറയാം ലാൻഡ് ക്രൂയിസറിലെ. അതും ഫാൻസി നമ്പറോട് കൂടി വരുന്ന വണ്ടി. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് 2023 മോഡലാണ്. 10,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. കേരള രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഡിജിറ്റ് ഫാൻസി നമ്പർ 1 ആണ്. കേരളത്തിലെ ഒറ്റ പീസുള്ളൂ നമുക്ക് അവകാശപ്പെട്ടൂടെ? ഇപ്പോ യൂസ്ഡ് കാർ വിൽക്കാനായിട്ടുള്ള കേരളത്തിലെ കേരള രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള വണ്ടി ഇത് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഇത് എടുക്കുന്നവർക്ക് ഫാൻസി നമ്പർ കൂടി കിട്ടുകയാണ്. ഫാൻസി നമ്പർ കിട്ടുക ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിപ്പോ നമ്മുടെ ഓൺ റോഡ് ഇറക്കുകയാണെങ്കിൽ പുതിയത് എത്ര പ്രൈസ് വരും? പുതിയത് ഇപ്പോ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കമ്പനി. ഇപ്പൊ ഒരാൾക്ക് എടുക്കണമെന്ന് പറഞ്ഞാലും പുതിയത് എടുക്കാനായിട്ട് കഴിയില്ല. ഈ വണ്ടി ടോട്ടൽ ഓൺ റോഡ് കോസ്റ്റ് 3 CR ആയി. 3 CR അന്നൊരു പ്രീമിയം കൊടുത്തിട്ടാണ് ക്ലയൻസ് വാങ്ങിക്കൊണ്ടിരുന്നത്. 3 crore പ്ലസ് ഇതിനകത്ത് ഓൺ റോഡ് കോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു അഫോർഡബിൾ പ്രൈസിന് തരാനും സാധിക്കും. അത് മാത്രമല്ല വെറും 10,000 കിലോമീറ്റർ ജെനുവിൻ ഹിസ്റ്ററിയോട് കൂടി നിങ്ങൾക്ക് ഇത് 1 വർഷം മാത്രമാണ് ആയിട്ടുള്ള ആകപ്പാട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പക്ക ന്യൂ വാഹനം. ഇതിന്റെ സ്റ്റിക്കർ പോലും റിമൂവ് ചെയ്തിട്ടില്ല. ന്യൂ വാഹനം എങ്ങനെയാണ് ഷോറൂം നടക്കുന്നത് ആ ഒരു കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാം, ഡെലിവറി കൊടുക്കാം അല്ലേ? അത് മാത്രമല്ല ഇതിന്റെ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കില്ലേ? സിംഗിൾ ഓണർ. ടയർ വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയ ടയർ. അപ്പൊ നമ്മൾ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എത്രയാണ്? ഞങ്ങൾ 275 ആണ് ആസ്കിങ്. പിന്നെ ഒരു നെഗോസിയേഷൻ കൊടുക്കും. കാരണം വണ്ടി കിട്ടാനില്ലാത്തതിന്റെ പേരിലാണ്. ഓൾറെഡി ഡിമാൻഡുള്ള വണ്ടിയാണ്. കേരള രജിസ്ട്രേഷനും ഫാൻസി നമ്പറുള്ള വണ്ടിക്ക് എപ്പോഴും ഒരു വാല്യൂ നമുക്ക് ഉണ്ടാവും. തീർച്ചയായും ഒറിജിനൽ കേരള വണ്ടിക്കും
അതും ഫാൻസി നമ്പർ 1 ഡിജിറ്റ് വരുന്ന നമ്പർ അല്ലേ? ഓക്കെ. ഇനി വേണമെങ്കിൽ ലോൺ ചെയ്യാൻ സാധിക്കുമോ ഇതിനൊക്കെ? വേണമെങ്കിൽ അത് കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് ലോൺ ചെയ്യാം. ഞങ്ങൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലോൺ ചെയ്യാൻ അവർക്ക് ലോൺ ഉണ്ടെങ്കിലും ഷോറൂമിൽ പോലും പോയാൽ കിട്ടാത്തൊരു വാഹനമാണ് നമ്മൾ നിങ്ങൾക്ക് ഇന്ന് തരാൻ പോണത്. അത് നല്ലൊരു ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ? ഓഫർ പ്രൈസ് നമുക്ക് കസ്റ്റമർ ടു കസ്റ്റമർ നമുക്ക് നോക്കി ചെയ്യാൻ കഴിയും. അത് ലിങ്ക് ഫോർ യു ഗ്ലോബലിൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് BMW X7 പരിചയപ്പെടാം. ഈ വണ്ടി 2019 മോഡലാണ്. 19ലാണ് X7ന്റെ പുതിയ ഷേപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ. ഇത് 6 സീറ്റർ കോൺഫിഗറേഷൻ ഉള്ള വണ്ടിയാണ്. ഓക്കെ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ചലഞ്ച് ചെയ്യാം ഓൾ ഓവർ ഇന്ത്യയിൽ 65 lakh rupeesന് പുതിയ ഷേപ്പ് X7 ആരെങ്കിലും കൊടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ചലഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ചലഞ്ച് പ്രൈസിൽ ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിൽ, കേരളത്തില ഓൾ ഓവർ ഇന്ത്യയിലാണ് നമ്മൾ ചലഞ്ച് കൊടുക്കുന്നത്. ഇത് മറ്റേ രജിസ്ട്രേഷൻ ഏതായിരുന്നു? ഇത് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ. നമുക്ക് അവിടെ വേണമെങ്കിൽ പേരിക്ക് മാറ്റാൻ സാധിക്കുമോ? പേര് മാറ്റാം. കസ്റ്റമർ കമ്പനി കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റാനായിട്ട് കഴിയും. അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയും കൂടി അവൈലബിൾ ഉണ്ട്. ഇനി കേരള രജിസ്ട്രേഷൻ മിനിമം 1 കോടി രൂപയ്ക്ക് താഴെ വണ്ടിയില്ല. സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കണമെങ്കിൽ പോലും 1 കോടിക്ക് താഴെ വണ്ടിയില്ല. ആ വണ്ടി നമുക്ക് 65 lakhsന് വണ്ടി കൊടുക്കാനായിട്ട് 65 lakhsന് കൊടുക്കാം. നെഗോഷ്യബിൾ ആണോ ഫിക്സഡ് ആണോ? ഇത് ഫിക്സഡ് പ്രൈസ് ആണ്. ഫിക്സഡ് പ്രൈസ് ആണ്. 1 രൂപ പോലും കുറയില്ല. ഈ ഒരു പ്രൈസിന് എവിടുന്ന് കിട്ടൂല. ഇല്ല, ചലഞ്ച് പ്രൈസിൽ കൊടുക്കാം. പ്രൈസാ. പിന്നെ അത് മാത്രമല്ല 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? 70,000 കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. ഇതുവരെയും BMW തന്നെയാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും പക്കാ വെൽ മെയിൻറ്റൈൻഡ് ഇന്റീരിയർ അല്ലേ? ഓക്കെ. എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളും ഫീച്ചേഴ്സും ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത്. ഓക്കെ. അപ്പോ ഈ ഒരു ചലഞ്ച് പ്രൈസ് ഇത് നിങ്ങളെ ചലഞ്ച് പ്രൈസ് ആയത് X7 ഓൾ ഓവർ ഇന്ത്യയിലാണ് ചലഞ്ച്. ഇന്ത്യയിലാണ് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രൈസിൽ ആർക്കും തന്നെ BMW ബ്രാൻഡ് ന്യൂ സാധനം കൊടുക്കാൻ സാധിക്കില്ല. അത് നമ്മൾ നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ പോകണം. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ബെൻസിന്റെ ഒരു പുലിക്കുട്ടിനെ പരിചയപ്പെടാം അല്ലേ? ഇത് GLXന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പാണ്. ഫോർമാറ്റിക്കോ? SUV റേഞ്ചിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബെൻസിൽ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് GLS 400. ഇത് ഡീസൽ ആണ്. കേരള രജിസ്ട്രേഷൻ ആണ്. ഫാൻസി നമ്പർ ആണ്. 48,000 കിലോമീറ്റർ ഓടി. കംപ്ലീറ്റ് കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഹിസ്റ്ററി അവൈലബിൾ ആണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹിസ്റ്ററി ഇല്ലാത്തൊരു വണ്ടി ലിങ്ക് ഫോർ യു ഗ്ലോബലിൽ നിന്ന് എടുക്കത്തില്ല. ക്ലെയിം ഉള്ള വണ്ടി എടുക്കില്ല. ഞങ്ങളെ പോളിസി അത്. അത് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞിട്ട് നമുക്ക് തരാൻ സാധിക്കും. അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏത് ക്ലയന്റ് പറയാനായിട്ട് കഴിയും. ഒരു പുതിയ വണ്ടി നമുക്ക് എങ്ങനെയാണ്? ഈ വണ്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് അണ്ടർ വാറന്റി ആണ്. കമ്പനി അണ്ടർ വാറന്റി 2027 നമ്മൾ വാറന്റി കമ്പനി തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു രീതിയിലും ഭയപ്പെടേണ്ട ഒരു രീതി വേണ്ട. സർവീസ് പാക്കേജും കമ്പനി വാറന്റി എല്ലാം ഉള്ള വണ്ടിയാണ്. ഓൾറെഡി ബെൻസിന്റെ കമ്പനി വാറന്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. ടയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ഇന്റീരിയർ ആണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്കാ ലക്ഷറി ആയിട്ടുള്ള ഇന്റീരിയർ. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ആ തല മുതൽ ഈ തല വരെ ഉണ്ട് അല്ലേ? ഓക്കെ. സീറ്റ് ആണെങ്കിലും എല്ലാ ഭാഗങ്ങളും പക്ക പ്രീമിയം നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കസ്റ്റമർ. ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ആണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഇത് കേരള രജിസ്ട്രേഷൻ ആണ്. ഇത് ഫൈനൽ 1,05 lakhs നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഇത് പുതിയത് ഇറങ്ങുമ്പോൾ എത്ര? പുതിയത് ഇപ്പൊ കേരളത്തിൽ ഇറങ്ങാണെങ്കിൽ 170 ആവും. അപ്പൊ ഒറിജിനൽ കേരള വണ്ടി നമുക്ക് ഈ ഒരു പ്രൈസ് കൊടുക്കാം. ലോ കിലോമീറ്റർ ഏകദേശം 47,000 കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് തരാൻ സാധിക്കും. അത് മാത്രമല്ല ചെറുതായിട്ട് ഒരു നെഗോഷിയേഷൻ നടക്കൂലേ? നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ബ്രാൻഡ് ന്യൂ വെറും 5,000 കിലോമീറ്റർ മാത്രം ഓടിയ X7 പുതിയ ഷേപ്പ് അല്ലേ? പുതിയ ഷേപ്പ്, ലേറ്റസ്റ്റ് കറന്റ് ഷേപ്പ്, റണ്ണിംഗ് ഷേപ്പ്. 2024 4 മാസം മാത്രമേ പഴക്കമുള്ളൂ. വെറും 4 മാസം പഴക്കമുള്ള അടിപൊളി വാഹനം. അത് വെറും 5,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി നമുക്ക് ഇവിടുന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ നിന്ന്? ഈ വണ്ടി വെയിറ്റിംഗ് പീരീഡ് ഉള്ള വണ്ടിയാണ്. കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 to 7 months വരെ വെയിറ്റ് ചെയ്താൽ മാത്രം കിട്ടുന്ന വണ്ടിയാണ്. അത്ര ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. ഇത് രജിസ്ട്രേഷൻ ഏതായിരുന്നു? ഇത് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണ്. നമുക്ക് ഇനി വേണേ അവിടെ അഡ്രസ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്കിപ്പോ വേറെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഏത് സ്റ്റേറ്റിൽ നിന്നാണോ വരുന്നത് അവർക്ക് NOC
പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. NOCയുടെ കാര്യത്തിലൊന്നും നിങ്ങൾ കേട്ടോ. പിന്നെ അതർ സ്റ്റേറ്റ് വണ്ടിയാണ് എഴുതിയിട്ട് ഒരുപാട് പേർക്ക് ഭയം ഉണ്ടാവും. അതിന്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ വെറിയിടാവേണ്ട ആവശ്യമില്ലല്ലോ. അതർ സ്റ്റേറ്റ് വണ്ടി നമുക്ക് എടുത്തിട്ട് നമ്മളെ ചോയ്സ് അനുസരിച്ച് കേരളത്തിലാക്കണമെങ്കിൽ ആക്കാം. ഞങ്ങൾ പറഞ്ഞല്ലോ പാൻ ഇന്ത്യ ചെയ്യുന്നതിന്റെ പേരിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് കൂടുതലും കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കും അതിനുള്ള ഗ്യാപ്പിലായിരിക്കും നമ്മൾ വണ്ടി കൊടുക്കുന്നത്. അത് കസ്റ്റമറിന്റെ ഓപ്ഷനാണ്. അവർക്ക് കൽക്കട്ടയിലേക്കോ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് എന്താണ് നമ്മൾ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പക്ക ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് ഇറക്കുന്നത് ആ ഒരു കണ്ടീഷനിൽ നമുക്ക് കൊണ്ടടക്കാൻ സാധിക്കും. അത് നമുക്ക് എല്ലാ ഭാഗമാണെങ്കിലും പക്ക സർവീസ് ഉള്ള വെറും 5000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അത്ഭുതമാണ് ശരിക്കും കാണുമ്പോൾ. ഒരു 4 മാസം പഴക്കമുള്ള വണ്ടി. നമ്മൾ കൂടുതൽ ന്യൂ ജനറേഷൻ കാർസും ലോ കിലോമീറ്റർ വണ്ടികൾ നമ്മൾ ഫോക്കസ് ചെയ്ത് അങ്ങനെയുള്ള വണ്ടികൾ കുറഞ്ഞ വിലയ്ക്ക് ഓൾ ഓവർ ഇന്ത്യ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഫോക്കസിൽ ചെയ്ത ഒരു ഷോറൂമാണ്. വിശ്വാസത്തിലും ആ ഒരു ധൈര്യത്തോട് കൂടി നമുക്ക് വണ്ടി തരാൻ സാധിക്കും. ഇത് കമ്പനി വാറന്റി ഉള്ള വണ്ടിയല്ലേ? ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി കമ്പനി വാറന്റി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് 3 മാസം പഴക്കമുള്ള വണ്ടിയാണ്. വെറും 3 മാസം പഴക്കമുള്ള വണ്ടിയാണ്. ഓൾറെഡി കമ്പനി സ്റ്റാൻഡേർഡ് ആയിട്ട് വാറന്റി കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാഹനം എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിന്റെ പ്രൈസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്. കേരളത്തിലെ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ 1,75,00,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഈ ഒരു വാഹനത്തിന് ഇപ്പൊ നമ്മൾ എത്രയാണ് ഈ വണ്ടി 1,25,00,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. 25 കൊടുക്കാം. വലിയൊരു പ്രൈസിന് മാറ്റാണ് അവിടെ വന്നത്. 50 ലക്ഷത്തിന്റെ 50 ലക്ഷത്തും കുറച്ച് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അത്രയും വലിയ മാറ്റാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അത് വെറും 4 മാസം പഴക്കമുള്ള 5000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിക്ക് ഈ ഒരു ഓഫർ എവിടെയെങ്കിലും കിട്ടുമോ? ഇന്ത്യക്കകത്ത് ഒരിടത്തും കിട്ടത്തില്ല. ഒരിടത്തും കിട്ടില്ല. അത്രയും ഒരു ഓഫറിൽ നമുക്ക് ഈ ഒരു മുതലങ്ങ് തരാൻ പറ്റൂട്ടോ. എങ്ങനെയാണ് നമ്മുടെ വലിയ വണ്ടികളെ ഒരു ചെറിയ എപ്പിസോഡ് എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കവർ പോലും പൊട്ടിക്കാത്ത ബ്രാൻഡ് ന്യൂ വാഹനങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ലിങ്ക് ഫോർ ഗ്ലോബൽക്ക് തന്നെ വരണം കേട്ടോ. അത്രയും ഗ്യാരണ്ടിയിൽ ഉറപ്പോട് കൂടി നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ സാധിക്കും. അത് മാത്രമല്ല ലോ കിലോമീറ്റർ ന്യൂ മോഡൽ വണ്ടി മാത്രമല്ല സ്പോർട്സ് കാർ വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അല്ലേ? നമുക്ക് ഇതല്ലാതെ ഒരു വേറെ ഷോറൂമുകളൊക്കെ അല്ലേ? നമുക്ക് ചെന്നൈയിൽ ഷോറൂം ഉണ്ട്. നമുക്ക് ബാംഗ്ലൂരും ഡൽഹിയിലും ഓഫീസ് ഉണ്ട്. അപ്പൊ നമ്മൾ പാൻ ഇന്ത്യ ഓൾ ഓവർ ഇന്ത്യ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് എവിടെയാണോ ആക്സസിബിലിറ്റി ഉള്ളത് അതിനനുസരിച്ചാണ് കൊടുക്കുന്നത്. കേരള കസ്റ്റമേഴ്സിന് ഏറ്റവും വന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ട്രിവാൻഡ്രം ഷോറൂമിൽ തന്നെയാണ്. ചെന്നൈയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ചെന്നൈയിൽ ഞങ്ങൾക്ക് ഷോറൂം ഉണ്ട്. ബാംഗ്ലൂരുള്ള ആൾക്കാരാണെങ്കിൽ ബാംഗ്ലൂർ ഓഫീസ് ഉണ്ട്. ഇനി ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിലും ഉണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സും ഓൾ ഇന്ത്യ ഓഫീസുമാണ്. കേരളത്തിലെ ഏക ഷോറൂം നമുക്ക് അവകാശപ്പെടാലോ. അത് ആവശ്യപ്പെടും ധൈര്യമായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ വേണമെങ്കിൽ നമ്മൾ ലിങ്ക് ഫോർ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ അടി കൊടുത്തിട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.